നമുക്കറിയാം, എപ്പോഴും വൈബ്രേഷൻ ഹൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരിലായിരിക്കും എപ്പോഴും പോസിറ്റിവിറ്റിയും ഹാപ്പിനെസ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എപ്പോഴും വൈബ്രേഷൻ ഹൈ ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ രാവിലെ ഏർലി മോർണിംഗിൽ നമ്മൾ എണീക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ആണ് നമ്മളെ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ട് നിലനിർത്താനും നമ്മളെ ഫുൾ ആക്റ്റീവായിട്ട് നിലനിർത്താനും സഹായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ യോഗ, മെഡിറ്റേഷൻ, ഫിസിക്കൽ എക്സസൈസുകൾ അല്ലെങ്കിൽ സുംബ ഡാൻസ്, നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് ഉണ്ടാകാനായിട്ട് പറ്റിയ എന്ത് തരത്തിലുള്ള എക്സസൈസുകൾ ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് രാവിലെ തന്നെ ചെയ്യണമെന്ന് പറയും. അപ്പൊ നമ്മുടെ ബോഡി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആകും. അപ്പൊ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആകും. അപ്പൊ അങ്ങനെ ബോഡി വർക്ക്ഔട്ട് ആകുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ ഒരു സാധാരണ പോകുന്ന ദിവസത്തെക്കാട്ടിലും സംതിങ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഹൈ വൈബ്രന്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരുടെ മൈൻഡിലായിട്ടായാലും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതായത് നമ്മുടെ ബോഡിയും മൈൻഡും എപ്പോഴും കണക്റ്റഡ് ആണ്. നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മുടെ ബോഡി ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും അത് നമ്മുടെ മൈൻഡിനെ അഫക്ട് ആവും. അതുകൊണ്ട് എപ്പോഴും രാവിലെ പോസിറ്റീവായിട്ട് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ മുഴുവൻ പോസിറ്റീവായിട്ട് നിൽക്കാനായിട്ട്, ഹൈ വൈബ്രേഷൻ നിൽക്കാനായിട്ട് എപ്പോഴും ഇതുപോലെയുള്ള ഫിസിക്കൽ എക്സസൈസ്, യോഗ പോലെയുള്ള കാര്യങ്ങൾ നിരന്തരം നിങ്ങളുടെ ലൈഫിൽ ഹാബിറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും.